everyone, how are you? ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോമാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യമായി നമുക്ക് ഈ ചിത്രമൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഒരു വശത്ത് സൂര്യനും മേഘവും പക്ഷികളും പ്രകൃതിയും എല്ലാം വളരെ മനോഹരമായിട്ടാണ്. മറുവശത്താണെങ്കിലോ ഇൻഡസ്ട്രീസ്, ബിൽഡിങ്സ്, പൊല്യൂഷൻ, അങ്ങനെ പ്രകൃതിയെ ആകെ നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇമേജ്. ഹ്യൂമൻ കൈൻഡ് is always in search of happiness that's far beyond its reach. What's the secret of happiness? മനുഷ്യവർഗം എപ്പോഴും തങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് സന്തോഷങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ്. Read the poem Lines Written in Early Spring by William Wordsworth and discover how he unfolds a world of beauty and happiness. എങ്ങനെയാണ് ഒരാൾക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ കഴിയുക? ആരാണ് നമ്മളെ സന്തോഷിപ്പിക്കാനുള്ളത്? നമുക്ക് സ്വയം സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മളെ കൊണ്ട് ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു വെരി ബ്യൂട്ടിഫുൾ പോമാണ് ഈ പോം. ബിഫോർ വി ഗോ ടു ദി പോം, ലെറ്റ്സ് സീ ദ പ്രൊഫൈൽ ഓഫ് ദി ഓതർ, William Wordsworth. William Wordsworth was a major English romantic poet. Lyrical Ballads, a collection of poems written by William Wordsworth and Samuel Taylor Coleridge, made him a major figure in the literary circle. He became Poet Laureate in 1843. His famous works include Daffodils, Lucy Gray, and The Prelude. In simple, ordinary language, Wordsworth presents nature as an antidote to the corrupting influences of society. He is known as the poet of nature. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു റൊമാൻറ്റിക് പീരിയഡ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു പോയറ്റായിരുന്നു വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹവും സാമുവൽ ടൈലർ കോളറിഡ്ജും കൂടി എഴുതിയ കവിതാ സമാഹാരമായ ലിറിക്കൽ ബല്ലാഡ്സ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് പ്രശസ്തനാക്കി. പോയറ്റ് ലോറിയേറ്റ് എന്നുള്ളത് അദ്ദേഹത്തിന് ലഭിച്ച ഒരു അംഗീകാരമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ വർക്ക്സ് ഏതൊക്കെയാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഡാഫഡിൽസ്, ലൂസി ഗ്രേ ആൻഡ് പ്രില്യൂഡ്. വളരെ ലളിതവും സാധാരണവുമായ ഭാഷയിലൂടെ അദ്ദേഹം പ്രകൃതിയെ മനുഷ്യന്റെ തെറ്റായ ഇടപെടലുകൾക്കുള്ള ഒരു മറുമരുന്നായിട്ട് ചിത്രീകരിക്കുന്നു. പ്രകൃതിയുടെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. So now with this information, let's have a look at the poem. Here goes the poem. I heard 1,000 blended notes, while in a grove I sat reclined. In that sweet mood when pleasant thoughts bring sad thoughts to the mind. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. Through primrose tufts in that green bower the periwinkle trailed its wreaths, and it's my fate that every flower enjoys the air it breathes. The birds around me hopped and played, their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. The budding twigs spread out their fan to catch the breezy air, and I must think do all I can that there was pleasure there. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റാൻസയിലും എന്താണ് പറയുന്നതെന്ന് നോക്കാം. I heard 1,000 blended notes. ഞാനൊരായിരം ഇടകലർന്ന ശബ്ദങ്ങൾ കേട്ടു. While in a grove I sat reclined. എപ്പോഴാ കേട്ടത്? ഞാനിങ്ങനെ ഒരു ചെറുവനത്തിൽ ചാരിക്കൊണ്ട് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ. ഇവിടെ സെയ്റ്റ് എന്ന ഈ ഓൾഡ് ഇംഗ്ലീഷ് വേർഡാണ്. എന്ന് വെച്ചാൽ സാറ്റ് എന്ന് തന്നെയാണ്. റിക്ലൈൻഡ് എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്ത് ചാരിയിരിക്കുന്നത്. Let's now look at the second couplet. In that sweet mood when pleasant thoughts bring sad thoughts to the mind. വളരെ പീസ്ഫുൾ ആയിക്കൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് മധുരിതമായ ഒരുപാട് ഓർമ്മകളുമായി ഇരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അല്പം വിഷമിപ്പിക്കുന്ന ചിന്തകളെ കൂടെ കൊണ്ടുവന്നു.
See the question here? What does the expression I sat reclined indicate about the poet's state of mind? It indicates that the poet was relaxing with a peaceful mind. Why does the poet feel sad while reclining in the grove? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് സങ്കടം തോന്നിയത്? Because some sad thoughts came to his mind. Now let's look at the next stanza of the poem. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. പ്രകൃതി തൻ്റെ മനോഹരമായ നിർമ്മിതികളിലേക്കാണ് മനുഷ്യാത്മാവിനെയും ഇഴചേർത്ത് വച്ചിട്ടുള്ളത്. അതായത് എന്നിലൂടെ ഓടുന്ന മനുഷ്യാത്മാവും ഈ പ്രകൃതിയുമായി ഇഴചേർന്നാണ് ജീവിക്കേണ്ടത്. And much it grieved my heart to think. എൻ്റെ ഹൃദയത്തിനിത് ചിന്തിച്ചപ്പോൾ ഒരുപാട് വിഷമം തോന്നി. What man has made of man? മനുഷ്യനു വേണ്ടി തന്നെ എന്താണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ, അതായത് മനുഷ്യൻ ചെയ്തു വച്ചിട്ടുള്ള നീചകൃത്യങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി എന്നാണ് ഈ സ്റ്റാൻസയിൽ ഉദ്ദേശിക്കുന്നത്. So how does the poet associate himself with nature? എങ്ങനെയാണ് പോയറ്റ് തന്നെ പ്രകൃതിയുമായി അസോസിയേറ്റ് ചെയ്യുന്നത്? He feels that nature is linked with his human soul. Next question നോക്കൂ. And much it grieved my heart to think what man has made of man. What do these lines convey? These lines convey that the poet feels grief when he thinks about the neglect that humans are showing towards nature. മനുഷ്യൻ പ്രകൃതിയെ അവഗണിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് ഈ പോയറ്റിന് ഇത്രയും സങ്കടം തോന്നുന്നത്. Let's now move to the third stanza. Through primrose tufts in that green bower, the periwinkle trailed its wreaths, and it's my fate that every flower enjoys the air it breathes. Primrose, പെരുവിങ്കിൾ ഇതൊക്കെ ഓരോ തരം പ്ലാന്റ്സ് ആണ്. അവിടെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് കാണുന്ന വെരി ബ്യൂട്ടിഫുൾ പ്ലാന്റ്സിനെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ പച്ച പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് പ്രിംറോസ് പ്ലാന്റ്സിന് ഇടയിലൂടെ പെരിവിങ്കിൾസ് വളരെ മനോഹരമായി പുഷ്പിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. അവരെയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുവാണ് ഓരോ ഫ്ലവറും അതിൻ്റെ എയർ, അതിന് കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ശുദ്ധവായു, ഇതൊക്കെ അവ ആസ്വദിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ഇതൊക്കെ അദ്ദേഹം പറയാൻ കാരണം ഒരുപക്ഷെ മനുഷ്യൻ ഇതിലൊന്നും സംതൃപ്തി കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാവും. So what makes the poet think that every flower enjoys its existence? He saw different flowers grow and blossom happily in that bower. നോക്കൂ, മനുഷ്യരെ പോലെയല്ല, പലതരത്തിലുള്ള പൂക്കൾ ഒരേ സ്ഥലത്ത് വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് വളരുന്നത് അദ്ദേഹം കണ്ടു. So he feels they enjoy their existence. Let's now move to the fourth stanza. The birds around me hopped and played. Their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. നോക്കൂ, പൂക്കൾ മാത്രമല്ല, അവിടെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. അദ്ദേഹം ആദ്യമേ പറഞ്ഞിരുന്നില്ലേ, ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്, അല്ലേ? 1000 ഇടകലർന്ന ശബ്ദങ്ങൾ. അതിൽ ബേർഡ്സിൻ്റെ ശബ്ദമുണ്ടാവും, പ്രകൃതിയിൽ എന്തെല്ലാം ശബ്ദങ്ങളുണ്ടോ അതെല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടെ ആരുമുണ്ടെന്നാണ് പറഞ്ഞത്? ബേർഡ്സ് അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ തത്തിക്കളിക്കുന്നുണ്ട്, ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവയൊക്കെ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മെഷർ ചെയ്യാൻ, അളക്കാൻ കഴിയില്ല. പക്ഷേ അവയുടെ ഓരോ ചെറിയ ചലനത്തിൽ പോലും വളരെയധികം, അത്യധികം സന്തോഷമുള്ളതായി എനിക്ക് തോന്നി. Let's now enjoy the fifth stanza. The budding twigs spread out their fan to catch the breezy air. പുതുതായി കിളിർക്കുന്ന തളിരുകളെല്ലാം അതിൻ്റെ മുകുളങ്ങൾ ഇങ്ങനെ ആ ബ്രീസി എയറിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വച്ചിട്ടുണ്ട്. And I must think, do all I can, that there was pleasure there. ഞാനിവിടെ തീർച്ചയായും ചിന്തിക്കണം. ചിന്തയാണല്ലോ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്, അല്ലേ? ഡു ഓൾ ഐ ക്യാൻ മീൻസ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന
ഒരു പ്രത്യേക കഴിവെന്താണ്? ചിന്തിക്കാനുള്ള കഴിവാണ്. എന്താ ഞാൻ ചിന്തിക്കേണ്ടത് ഇതൊക്കെ കാണുമ്പോൾ? there was pleasure there. ഇവിടെയെല്ലാം സന്തോഷമുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ഓരോന്നിലും, പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസത്തിലും ഭംഗി കണ്ടെത്തുകയാണ് ഇവിടെ പോയറ്റ്. Let's now move to the sixth and last stanza. If this belief from heaven be sent, if such be nature's holy plan. അതായത് ഈ ഒരു വിശ്വാസം സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ, ഇതാണ് പ്രകൃതിയുടെ ഹോളി പ്ലാൻ എങ്കിൽ, എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഈ സൗന്ദര്യമാണ് നമുക്ക് സ്വർഗീയമായി കിട്ടിയിട്ടുള്ള ഹോളി പ്ലാൻ, സന്തോഷമെങ്കിൽ, have I not reason to lament what man has made of man? എനിക്കെന്താ ഒരു വിഷമിക്കാനുള്ള കാരണമില്ലേ? ലാമെൻറ്റ്, എനിക്ക് വിതുമ്പാനുള്ള ഒരു കാരണമില്ലേ? what man has made of man? മനുഷ്യൻ എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത് എന്നാലോചിച്ചിട്ട്. അതായത് മനുഷ്യൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും കാരണമായ പ്രകൃതിയിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നതിന് പകരം അതിനെ നശിപ്പിച്ച് സ്വയം വിന വരുത്തി വയ്ക്കുന്ന മനുഷ്യനെ ഓർക്കുമ്പോൾ എനിക്കെന്താ ദുഃഖിച്ചുകൂടെ? അതുതന്നെയല്ലേ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് കവി റീഡേഴ്സിനോട് ചോദിക്കുകയാണ്. സോ ദ പോം ഇസ് ഓൾ അബൌട്ട് the necessity of living in harmony with nature. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ഒന്നുകൂടി ചിന്തിപ്പിക്കുന്ന ഒരു പോമാണ് ഇത്. പ്രകൃതിയിൽ ഓരോന്നിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. ഇതെല്ലാം ആസ്വദിച്ചു കൊണ്ടിരുന്നാൽ മനുഷ്യന് സമാധാനം സ്വയം കണ്ടെത്താനാവും. Let's now look at the sixth question. What is nature's holy plan? How does man work against it? So now we know that nature's holy plan for every single soul is to live in harmony with nature. But man works against it by destroying nature and its resources. His thoughtless and cruel actions like deforestation, pollution, etc. invites his own ruin. അതല്ലേ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ തന്നെ നാശത്തിലേക്കാണ് വഴിവെക്കുന്നത്. Now suggest an alternative title for the poem. നമുക്കിഷ്ടപ്പെട്ട ഏതൊരു ടൈറ്റിലും ഈ പോയത്തിന് കൊടുക്കാം. ഒരുപാട് ടൈറ്റിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. There are a few examples I have provided. Man and nature, nature the key to happiness, what man has made of man, beauty, etc. are very few examples. You can find more and more titles according to your creativity. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് വേറെ ഏത് ടൈറ്റിലും നിങ്ങൾക്ക് കൊടുക്കാം. സോ നമ്മുടെ പോം ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പോം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൽ നോക്കുന്നത് അതിൻ്റെ റൈം സ്കീം ആൻഡ് പോയറ്റിക് ഡിവൈസസ് ആണ്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഓരോ വരിയിലെയും അവസാനത്തെ വേർഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അവ ഒരേ സൗണ്ടിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവയെ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയും. സോ ഇവിടെ നോട്ട്സ്, തോട്ട്സ് അത് രണ്ടും ഒരേ സൗണ്ടിൽ അവസാനിക്കുന്നു. റിക്ലൈൻഡ്, മൈൻഡ് രണ്ടും ഡിയിൽ അവസാനിക്കുന്നു. സോ ദീസ് ആർ ദ റൈമിംഗ് വേർഡ്സ്. ഇനി അതേപോലെ സെക്കൻഡ് സ്റ്റാൻസ നോക്കും. ലിങ്ക്, തിങ്ക്, റാൻ, മാൻ. ഇനി തേർഡ് സ്റ്റാൻസയിലോ ബോവർ, ഫ്ലവർ, റീഡ്സ്, ബ്രീത്ത്സ്. ഇതേപോലെ തേർഡ് സ്റ്റാൻസ പ്ലേഡ്, മെയ്ഡ്, measure, pleasure. Next stanza fan, can, air, dare. And now the last stanza scent, lament, plan, man. These are the rhyming pairs. Poetic devices നമുക്ക് activity 2-ൽ നോക്കാം. Let's now do the activities. What man has made of man is one of the most striking expressions in the poem Lines Written in Early Spring. It describes the feelings of Wordsworth, the poet, and his thoughts about human activities against nature. What made the poet think so? What man has made of man എന്നുള്ളത് ഈ പോയത്തിൽ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ഇത് മനുഷ്യൻ പ്രകൃതിക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ പോയറ്റ് വേർഡ്സ്വർത്തിൻ്റെ ചിന്തകളെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചത്?
സോ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് എന്തെല്ലാം ക്രൂവൽ ആക്ടിവിറ്റീസ് ആണ് ഹ്യൂമൻ പ്രകൃതിയോട് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഇവിടെ വീണ്ടും ലിസ്റ്റ് ചെയ്താൽ മതി. Wordsworth's thoughts about the human world. We know humans are destroying the nature. They do not live in harmony. They fight with each other unlike the plants that grow together. Let's now move to activity 2. William Wordsworth's poem, Lines Written in Early Spring, is appealing to the readers because of its poetic devices. Fill in the boxes with suitable examples from the poem. സോ നമ്മളോട് പറയാണ് ഒരുപാട് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തത് കാരണം ഈ പോം വളരെ അപ്പീലിംഗ് ആണ്, അട്രാക്റ്റീവ് ആണെന്ന്. സോ അങ്ങനെയുള്ള ഒരു പോയറ്റിക് ഡിവൈസ് ആണ് പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇനാനിമേറ്റ് ഒബ്ജക്ട്സിന് നമ്മൾ ഹ്യൂമൻ ക്വാളിറ്റീസ് ഒക്കെ കൊടുക്കുക, മനുഷ്യർ വിളിക്കുന്നത് പോലെ വിളിക്കുക, മനുഷ്യർ ചെയ്യുന്നത് പോലത്തെ കാര്യങ്ങളൊക്കെ അവരെ അസോസിയേറ്റ് ചെയ്ത് പറയുക. അതിനാണ് നമ്മൾ പെർസോണിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആരെയൊക്കെയാണ് പെർസോണിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനെയൊക്കെയാണ് പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്, ഏത് വേർഡ്സ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. So the first example is pleasant thoughts bring sad thoughts. തോട്ട്സ് സാഡ് തോട്ട്സിനെ കൊണ്ടുവന്നു. ശരിക്കും കൊണ്ടുവരുന്നത് ഹ്യൂമൻസ് ആണല്ലേ, തോട്ട്സ് അല്ല. പക്ഷേ തോട്ട്സിനെ നമ്മൾ പെർസോണിഫൈ ചെയ്തിട്ട് ദേ ബ്രിങ് സാഡ് തോട്ട്സ് എന്ന രീതിയിൽ അവതരിപ്പിച്ചു. ദെൻ ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. ഹെർ എന്ന് പറയുന്നത് നേച്ചറിനെ, ഹെർ എന്ന് നമ്മൾ മനുഷ്യരെയാണ് പറയുക, ഇവിടെ നേച്ചറിനെ പെർസോണിഫൈ ചെയ്തിട്ട് ഹെർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീ ലിങ്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. ട്രെയിൽഡ് അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്, ശരിക്കും അത് ഗ്രോ ചെയ്യാണ്. ഈ ട്രെയിൽഡ് എന്നുള്ളത് അതിനെയും പെർസോണിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എവ്രി ഫ്ലവർ എൻജോയ്സ്. പൂക്കൾ ആസ്വദിക്കുന്നു. ശരിക്കും ആസ്വദിക്കുന്നത് ആരാ? മനുഷ്യരല്ലേ. ഫ്ലവേഴ്സ് ആണോ എൻജോയ് ചെയ്യുന്നത്? സോ അതിനെയും അവിടെ പെർസോണിഫൈ ചെയ്തിട്ടാണ് എൻജോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ. ദേ സ്പ്രെഡ് ഔട്ട് എന്നുള്ളത് അവരവിടെ ഒരു ആക്ഷൻ ചെയ്യുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. സോ അത് ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ് ട്വിഗ്സിന് അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾസോ പെർസോണിഫിക്കേഷൻ. ദ നേച്ചേഴ്സ് ഹോളി പ്ലാൻ. നേച്ചറിൻ്റെ പ്ലാൻ എന്ന് പറയുന്നുണ്ട്. സോ ഈ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് സാധാരണ ഹ്യൂമൻസ് ആണ്, നേച്ചർ അല്ല. സോ നമ്മൾ നേച്ചേഴ്സ് ഹോളി പ്ലാൻ എന്ന് നേച്ചറിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റി അട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. Hope this is clear to you, and now we will see the next poetic devices. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇമേജറിയാണ്. നമുക്കറിയാം ഇമേജറി പല വിധത്തിലുണ്ട്, വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ടാക്ടൈൽ, അങ്ങനെ. വിഷ്വൽ ഇമേജറിക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. അത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമാണത് അല്ലേ, പക്ഷികൾ കളിക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. അതുപോലുള്ള ബാക്കി ഇമേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ എ ഗ്രോവ് ഐ സൈറ്റ് റിക്ലൈൻഡ്. ഞാനൊരു ചെറുവനത്തിൽ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ത്രൂ പ്രിംറോസ് ടഫ്റ്റ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. ഈ ഒരു വിഷ്വൽ ഇമേജാണ് ഈ കവിതയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഇമേജറി, ആ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ആ സീൻ. നെക്സ്റ്റ് ഓഡിറ്ററി ഇമേജസ് ആണ്. ഓഡിറ്ററി ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ശബ്ദങ്ങളാണ് തെളിഞ്ഞു വരുന്നത് ഈ കവിത വായിക്കുമ്പോൾ. സോ ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ 1000 ഇടകലർന്ന ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാവുന്ന എല്ലാ ശബ്ദങ്ങളും നമുക്ക് കേൾക്കുന്നത് പോലെ തോന്നും. അതാണ് ഓഡിറ്ററി ഇമേജ്. പിന്നെ അടുത്ത എക്സാമ്പിൾ, ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. അതൊരു വിഷ്വൽ ഇമേജിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ബേർഡ്സിൻ്റെ ശബ്ദവും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഓൾ ഫാക്ടറി ഇമേജസ് അഥവാ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന ഇമേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദി ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദിയർ ഫാൻസ് ടു ക്യാച്ച് ദ ബ്രീസി എയർ. ആ ബ്രീസി എയർ എന്ന് പറയുമ്പം അത് നമുക്ക് ഫീൽ ചെയ്യാനും അതേപോലെ സ്മെല്ല് ചെയ്യാനും പറ്റുന്നുണ്ട്. ആ ബ്രീസി എന്നുള്ളത് നമുക്ക് ഓൾ ഫാക്ടറി ഇമേജ് ആയിട്ടും എടുക്കാം, അതുപോലെ ടാക്ടൈൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഇമേജ് ആയിട്ടും എടുക്കാം. പിന്നെ എവ്രി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത്സ്. എൻജോയ്സ് ദി എയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എയറിൻ്റെ സ്മെല്ല് അവിടെയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള മറ്റൊരു പോയറ്റിക് ഡിവൈസാണ് അലിറ്ററേഷൻ. പിന്നെ റൈം സ്കീം ഓൾസോ ചോദിച്ചിട്ടുണ്ട്.
അല്ലിറ്ററേഷൻ എന്ന് വെച്ചാൽ എന്താ? തൊട്ടടുത്തുള്ള വേർഡ്സിൻ്റെ ആദ്യത്തെ ലെറ്റർ, ആദ്യത്തെ സൗണ്ട് ഒരേപോലെ വന്നാൽ നമ്മളതിന് അല്ലിറ്ററേഷൻ എന്ന് പറയും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ, അതിൽ ടി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ആ വരിയിൽ. അപ്പോൾ അത് ഒരു അല്ലിറ്ററേഷൻ എക്സാമ്പിളാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അവിടെ എം എന്നുള്ള സൗണ്ട് ഒരുപാട് വേർഡ്സിന് മുന്നേ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ അല്ലിറ്ററേഷൻ കൂടാതെ ശരിക്കും മാൻ എന്നുള്ളത് റിപ്പീറ്റേഷൻ ആയിട്ടും വരുന്നുണ്ട്. അത് വേറൊരു പോയറ്റിക് ഡിവൈസ് ആയിട്ട് നമുക്ക് കൂട്ടാം. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ബട്ട് ദ ലീസ് മോഷൻ വിച്ച് ദ മെയ്ഡ്. ആ ലൈനിൽ എം ഇതുപോലെ 2 വേർഡ്സിൻ്റെ മുന്നേ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ, ദ ദർ വാസ് പ്ലഷർ ദേർ. അവിടെ ടി ആണ് അല്ലിറ്ററേഷനായിട്ട് എക്സാമ്പിൾ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് റൈം സ്കീം. റൈം സ്കീം കണ്ടുപിടിക്കുന്നത് റൈമിംഗ് വേർഡ്സ് നോക്കിയിട്ടാണ്. അതായത് ഞാനിവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയും അതിൽ റൈമിംഗ് വേർഡ്സും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസിൽ റൈമിംഗ് വേർഡ്സ് നോക്കൂ. നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ്, മൈൻഡ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് വരുന്ന ഓരോ വേർഡ്സിനും ഓരോ ലെറ്റേഴ്സ് കൊടുത്തു നോക്കാം. നോട്ട്സ് എ ആണ്, റിക്ലൈൻഡ് ബി എന്ന് കൊടുക്കാം. ഇനി തോട്ട്സ് എന്നുള്ളത് നോട്ട്സിൻ്റെ അതേ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാരണം അതിന് നമ്മൾ വീണ്ടും എ എന്ന് കൊടുക്കും. റിക്ലൈൻഡ് കഴിഞ്ഞ് മൈൻഡ് എന്ന് വരുന്നുണ്ട്. മൈൻഡിനും റിക്ലൈൻഡിനോട് മാച്ചിങ് ആയിട്ടുള്ള ഡി ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വീണ്ടും ബി എന്ന് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഈ ലെറ്റേഴ്സ് ചേർത്ത് വായിച്ചാൽ എ ബി ദെൻ എ വീണ്ടും ബി. സോ ദി പാറ്റേൺ റൈം സ്കീം ഇസ് എ ബി എ ബി. Let's now look at activity 3. To her fair works did nature link the human soul that through me ran. These lines speak about man's vital relationship with nature. Discuss and write an appreciation of the poem. ഈ പോയത്തിനൊരു അപ്രീസിയേഷൻ, ഒരു ആസ്വാദനം എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. So my dear friends, here is a sample answer for you. The poem Lines Written in Early Spring by William Wordsworth has great relevance in the contemporary world. It substantiates the fact that the link between man and nature shall never be broken. Nature is a treasure of wonder and beauty. Humans must learn many valuable lessons by observing the harmony of nature. Even plants and animals are happy as they harmonize with nature, but man destroys nature and fights with each other. The poem throws light upon the inevitability of protecting Mother Nature as well as the folly of mankind in ruining it. അതായത് ഇന്നത്തെ ലോകത്ത് ഈ കവിതയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. പ്രകൃതി അത്ഭുതങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും ഒരു കലവറയാണ്. മനുഷ്യന് പ്രകൃതിയിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വരെ പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുന്നത് കാരണം സന്തോഷവാന്മാരാണ്. പക്ഷേ മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുകയും പരസ്പരം ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ പോം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വളരെ അത്യന്താപേക്ഷിതമായ ബന്ധത്തെക്കുറിച്ചും പ്രകൃതിയെ നശിപ്പിക്കുന്നത് എത്ര വിഡ്ഢിത്തരമാണെന്നതിനെക്കുറിച്ചും നമ്മളെ ബോധവാന്മാരാക്കുന്നു. Let's now look at activity 4. The poem Lines Written in Early Spring has great relevance in the present day world. Even nature is threatened, and many species are on the verge of extinction. Write a poem on nature and man in the light of the events occurring around us. അതായത് ഇന്നത്തെ ലോകത്ത് ഈ കവിതയുടെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രകൃതിയെ നശിപ്പിച്ചത് കാരണം ഒരുപാട് സ്പീഷീസ് വംശനാശ ഭീഷണിയിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മാൻ ആൻഡ് നേച്ചർ എന്ന പേരിൽ ഒരു കവിത തയ്യാറാക്കി നോക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. So here is a small poem. Man and nature. My heart aches when you pluck my hair, the trees. I suffocate when you do blow toxins on my nose delicate. My warm get hurts when on my veins you dump garbages and cut. But still I conquers you because I'm your mother too. So this is just a humble attempt from me. You can make another poem using your rich imagination. Okay friends, hope you have enjoyed the session. Thank you for watching. Bye bye.